ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 12ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. യെശയ്യാപ്രവചന പുസ്തകത്തിൻ്റെ പഠനത്തിൽ 6-ാം അധ്യായത്തിൽ അതിപ്രധാനമായിട്ടുള്ളൊരു അധ്യായമാണ്. കാരണം യെശയ്യാപ്രവാചകനെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നതിനെ പരാമർശിക്കുന്ന അധ്യായമാണ് 6-ാം അധ്യായം. ഇവിടെ യെശയ്യാപ്രവാചകൻ ആദ്യം ദൈവത്തെ കാണുകയാണ്. ആദ്യത്തെ 4 വാക്യങ്ങളൊന്ന് വായിച്ചു കേൾക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. 4-ാം വാക്യം. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ടു നിറഞ്ഞു. ആദ്യം യെശയ്യാവ് തന്നെ കാണുകയാണ്. തുടർന്ന് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യെശയ്യാവ് ആദ്യം ദൈവത്തെ കണ്ടു. യെശയ്യാവ് ദൈവത്തെ കണ്ടതിന് ശേഷം യെശയ്യാവ് തന്നെ മനസ്സിലാക്കി, താൻ തന്നെ കണ്ടു. 5 മുതൽ 7 വരെ വായിച്ച് കേൾക്കാം. അപ്പോൾ കാരണം ദൈവത്തെക്കുറിച്ചുള്ള ദർശനം കണ്ടതിന് താൻ കണ്ടുവെന്ന ഐഡിയ. അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇത് വാസ്തവമായിരിക്കണം. ദൈവത്തെ വചനത്തിലൂടെ ശരിയായ തരത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് പാപികളായി നമുക്ക് നമ്മുടെ അശുദ്ധി നിറഞ്ഞ അവസ്ഥ ബോധ്യപ്പെടുന്നത്. യെശയ്യാവിനും അതാണ് സംഭവിച്ചത്. താൻ സൈന്യങ്ങളുടെ യഹോവയെ വിശുദ്ധമായ അങ്കണത്തിൽ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് മനസ്സിലാക്കാൻ ആവശ്യമായിരിക്കും സത്യമാണ്. നാം നമ്മളെ മാത്രമല്ല കാണേണ്ടത്, നമ്മളെ കാണുന്ന മുമ്പിൽ മറ്റു ചിലത് ആദ്യം കാണണം. മനുഷ്യരുടെ സാധാരണയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നാം എപ്പോഴും മറ്റുള്ളവരുമായി ചേർത്ത് നമ്മെ ഉപമിക്കും, താരതമ്യം ചെയ്യും. മറ്റുള്ളവരുമായി ചേർത്ത് നമ്മെ താരതമ്യം ചെയ്യുമ്പോൾ നാം നല്ലവരാണ്, കേമന്മാരാണ്, വിശുദ്ധന്മാരാണ്, നീതിമാന്മാരാണ്, കൊള്ളാവുന്നവരാണ്. നമ്മൾ കർത്താവിൻ്റെ സഭയിലാണെങ്കിൽ പോലും സഭയിലുള്ള മറ്റംഗങ്ങളെയുമായിട്ട് ചേർത്ത് നമ്മൾ താരതമ്യം ചെയ്യും. പലപ്പോഴും നമ്മൾ അങ്ങനെ പറയാറുണ്ട്, സഭയിലെ ദൈവമക്കളെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ പലരും കപടഭക്തിക്കാരാണല്ലോ, പലരും നല്ലവരല്ലല്ലോ, പലരും കള്ളത്തരം കാണിക്കുന്നവരാണല്ലോ. നാം മറ്റുള്ളവരോട് ചേർത്ത് നമ്മെ താരതമ്യം ചെയ്യുമ്പോൾ നാം കാണേണ്ടത് കാണില്ല, നമുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല. മാത്രമല്ല, അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആത്മീക സമർപ്പണം എനിക്ക് നൽകാൻ കഴിയാതെ പോകും. ഞാൻ ഒരുപക്ഷെ നൽകാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരോട് ചേർത്ത് ചിന്തിക്കുന്നത്. അവർ ചെയ്യുന്നില്ലല്ലോ, അവർ പാടുന്നില്ലല്ലോ, അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അവരുമായി ചേർത്ത് ഉപമിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം തന്നെ വചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്ന പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുക. അന്തരംഗങ്ങളെയും ഉള്ളറകളെയും ഉൾപ്പുകളെയും നിലവുകളെയും വിചാരവികാരങ്ങളെ വിചിന്തനം ചെയ്യുന്ന, പരിശോധിക്കുന്ന, എല്ലാം കാണുന്ന, അറിയുന്ന ദൈവത്തിന് മുമ്പിൽ പോയി ചെന്ന് നിൽക്കുക. ദൈവത്തോട് ചോദിക്കുക, ദൈവം നീ എന്നെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ എന്താ കാണുന്നത്? ഇവിടെ ഏതാണ് നമ്മൾ കാണുന്നത്? യെശയ്യാവ് ദൈവസന്നിധിയിൽ നിന്നപ്പോഴാണ് തനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. നാം ദൈവത്തിലേക്ക് നോക്കണം, മറ്റുള്ളവരിലേക്കല്ല. നമുക്ക് നമ്മളെ കാണാൻ കഴിയണമെങ്കിൽ, നമ്മുടെ ആവശ്യം കാണാൻ കഴിയണമെങ്കിൽ, രക്ഷകനെ കാണാൻ കഴിയണമെങ്കിൽ, നമുക്ക് ആവശ്യം രക്ഷകനാണ്. അതിന് നമ്മുടെ ആവശ്യം ബോധ്യപ്പെടണം. ആവശ്യം ബോധ്യപ്പെടണമെങ്കിൽ ദൈവത്തെ കാണണം. തുടർന്ന് യെശയ്യാവ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സറാഫുകളിൽ ഒരുത്തൻ വന്ന് തീക്കനൽ കൊണ്ടുവന്ന് എൻ്റെ നാവിൽ തൊട്ടു, എൻ്റെ അധരങ്ങളിൽ തൊട്ടു. കാരണം ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ. താൻ പ്രവാചകനാണ്, അതിനുള്ള വിളിക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് തൻ്റെ അധരത്തെക്കുറിച്ച് കണ്ടു, തൻ്റെ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അധരത്തിൽ ഈ അശുദ്ധി വെളിപ്പെടുത്തിയ തൻ്റെ അവസ്ഥയ്ക്ക് അത് താൻ തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ തന്നെ എന്താ സംഭവിച്ചത്? അവിടെ പറയുന്നത്, സറാഫികൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു, അതിൻ്റെ നാവിൽ തൊടുവിച്ചു. യാഗപീഠം, ലേവ്യാപുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 13 വാക്യങ്ങളിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന തീ കെട്ടുപോകാത്തൊരു യാഗപീഠമാണത്.
ലേവ്യ 6:12-13. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മേൽ സമാധാനയാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിൽ നിന്നാണ് ഈ സറാഫിൽ ഒരുത്തൻ ഒരു കനൽ കൊണ്ടുവന്ന് അധരങ്ങളെ തൊട്ടത് എന്ന് വ്യക്തമായി പറയും. അപ്പം ഈ യാഗപീഠം മൃഗയാഗങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കത്തുന്ന കനൽ ആലങ്കാരികമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കത്തുന്ന കനൽ കൊണ്ടുവന്ന് യെശയ്യാവിൻ്റെ അധരത്തിൽ തൊട്ട്. എന്നിട്ട് 7-ാം വാക്യം പറയുന്നത്, അതിൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പഴയമത്തിൽ നിരന്തരമായി പ്രഖ്യാപിക്കുന്ന സത്യമാണ്, ദൈവമാണ് പാപങ്ങൾ ക്ഷമിക്കുന്നത്. ഇത് പഴയ നിയമകാലമാണ്. സ്നാനം എന്ന കൽപ്പന ദൈവം നൽകിയത് പുതിയ നിയമത്തിലാണ്. ഇത് പഴയ നിയമത്തിൽ ദൈവം നൽകുന്ന പാപക്ഷമയെക്കുറിച്ച് പറയുകയാണ്. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 11-15 വാക്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെ പാപമോചനം എന്ന് പറയുന്ന പഴയ നിയമകാലത്തിൽ ദൈവം നീട്ടിക്കൊടുത്ത പാപമോചനം പോലും കർത്താവ് യേശുവിന്റെ ക്രൂശിലെ യാഗത്തിന്റെ നിഴലിൽ ആയിരുന്നു. എബ്രായലേഖനം 9-ാം അധ്യായം 11 മുതൽ 15 വരെ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടി ഉൾപ്പെടാത്തതായി വലിപ്പം തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും പഴയ കാലം ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ പഴയകാലത്തെ അവസ്ഥയാണ്. നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഇനി 15-ാം വാക്യം ശ്രദ്ധിക്കുക. അത് നിമിത്തം ഇപ്പം ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗം ദൈവത്തിന്റെ നിത്യമായ നിയമത്താൽ സംഭവിച്ച നിത്യ പദ്ധതി പ്രകാരം ഉള്ള ഒരു മഹാശുശ്രൂഷയാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി. പഴയ നിയമകാലത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ പാപമോചനത്തിനുള്ള കാരണവും ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ്. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ പദ്ധതിയിൽ അറക്കപ്പെട്ട കുഞ്ഞാടാണ്. ചരിത്രത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ മനസ്സിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് അറക്കപ്പെട്ട കുഞ്ഞാടാണ്. അത് നിമിത്തം ആദ്യ നിയമത്തിൽ ലംഘനങ്ങളുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. കർത്താവ് മധ്യസ്ഥനായി നിൽക്കുകയാണ്. തന്റെ മരണം പിന്നിലേക്കും മുന്നിലേക്കും പോവുകയാണ്. അതാണ് ഇബ്രായലേഖനം 9:11-15 വരെ. അപ്പോൾ പഴയ നിയമകാലത്ത് ദൈവം മക്കളോട് ജനങ്ങളോട് പാപങ്ങൾ ക്ഷമിച്ചതുപോലും കർത്താവ് യേശുവിന്റെ ക്രൂസിലെ യാഗത്തിന്റെ നിഴലിലാണ്. ഇവിടെ യെശയ്യാവ് ദൈവത്തിൽ നിന്നൊരു ക്ഷണം കിട്ടി, ഒരു പ്രത്യേക ക്ഷണം. ദൈവമക്കളുടെ നടുവിലേക്ക്, ഇസ്രായേലിന്റെ നടുവിലേക്ക് മാനസാന്തരത്തിന്റെ സന്ദേശമായി പോകുവാനുള്ള നിയോഗമാണ് യെശയ്യാവിന് കിട്ടിയത്. പക്ഷെ ആ നിയോഗം, ആ ക്ഷണം വചനം പ്രസംഗിക്കാൻ, ദൈവത്തിന്റെ ആ ഹിതപ്രകാരം പ്രസംഗിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ദൈവം അവനെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. അത് ഒരു വലിയ പാഠമാണ് നമുക്കും. ദൈവം എങ്ങനെയാണ് യെശയ്യാവിനെ ഒരു മിഷണറിയാക്കി മാറ്റിയത്, തൻ്റെ ദാസനാക്കി മാറ്റിയത്? 3 കാര്യങ്ങൾ നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. ദൈവം യെശയ്യാവിൽ പ്രവർത്തിച്ചു. ഒന്ന്, ആദ്യം യെശയ്യാവിനെ ബോധ്യപ്പെടുത്തി തൻ്റെ ആവശ്യം. യെശയ്യാവിന് ആദ്യം തൻ്റെ ആവശ്യം ബോധ്യപ്പെടുത്തി. ദൈവത്തിന്റെ സൈന്യങ്ങളുടെ യഹോവയുടെ ദർശനം കണ്ട ആ തേജസ്സിൽ, മഹിമയിൽ ദർശനം കണ്ട യെശയ്യാവ് ദൈവം ആരെന്ന് കണ്ടു, ദൈവത്ര ഉന്നതനെന്ന് കണ്ടു. താൻ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ പരമോന്നതമായ മഹത്വവും തേജസ്സും കണ്ടപ്പോൾ താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ വലിയ ദർശനത്തിന് മുമ്പിൽ താൻ വിളിച്ചു പറഞ്ഞു, അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം. നാം അങ്ങനെ വിളിക്കുന്ന അവസ്ഥയിൽ എത്തുന്നില്ല എങ്കിൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല. ഞാൻ അയ്യോ കഷ്ടം, എനിക്കയ്യോ കഷ്ടം, എൻ്റെ അധരങ്ങൾ അശുദ്ധി നിറഞ്ഞു, ഞാൻ നിൽക്കുന്ന ജനവും അശുദ്ധി നിറഞ്ഞ ജനത്തിൻ്റെ നടുവിൽ. ഈ അവസ്ഥ നാം ആദ്യം കാണണം, ആദ്യം ബോധ്യപ്പെടണം നമ്മുടെ ആവശ്യമെന്താ. രണ്ടാമത്, ദൈവം അവനെ വിശുദ്ധീകരിച്ചു. കാരണം അവനെ വേർതിരിച്ചു, തൻ്റെ ദാസനായി തീരുവാൻ വേർതിരിച്ചു. ദൈവം ഒരു വേർതിരിവുണ്ടാകണം. ദൈവം തൻ്റെ സെറാഫുകളിൽ ഒന്നിനെ വിട്ട് യെശയ്യാവിൻ്റെ അധരങ്ങളെ ചൂടുള്ള തിളയ്ക്കുന്ന ആ ഒരു കനൽ കൊണ്ട് തൊട്ടു. യാഗപീഠത്തിൽ നിന്ന് ഈ കനൽ നിന്റെ നാവിൽ തൊട്ടതുകൊണ്ട്, എൻ്റെ അധരങ്ങളെ തൊട്ടതുകൊണ്ട് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതാണ്.
പാപക്ഷമ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ദൈവത്തിനുവേണ്ടി നിലകൊള്ളാൻ, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കാൻ ഒരിക്കലും കഴിയില്ല. പാപമോചനം പ്രാപിച്ച വ്യക്തിയായിരിക്കണം. പാപമോചനം ദൈവത്തിൻ്റെ മഹാകൃപയാൽ ലഭിച്ച വ്യക്തിയായിരിക്കണം. ആ ബോധ്യം ആ ദൈവവേല ചെയ്യുന്ന വ്യക്തിക്ക് ഏത് ശുശ്രൂഷയാകട്ടെ, അത് ഗാന ശുശ്രൂഷയാകട്ടെ, സങ്കീർത്തനമാകട്ടെ, എന്തുമാകട്ടെ, ദൈവത്തിൻ്റെ നിലകൊള്ളുന്ന ഒരു വിശ്വാസിക്ക് ബോധ്യം വേണം, ഞാൻ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത് മനസ്സിലാക്കും. മൂന്നാമത് ദൈവത്തിൻ്റെ നിയോഗം അവനിലേക്ക് വരണം. ദൈവനെ നിയോഗിച്ച് എവിടെ പോകണം, എന്ത് ചെയ്യണം. ദൈവത്തിൻ്റെ നിയോഗം പ്രാപിക്കാതെ പോകരുത്. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ദൈവം അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ദൈവം അയക്കാതെ നമുക്കൊരു ശുശ്രൂഷ ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആരോടും മത്സരത്തിൽ നിന്ന് ചെയ്യേണ്ടതല്ല. തൻ്റെ പാപത്തെക്കുറിച്ച് യെശയ്യാവിന് ബോധ്യമുണ്ടായെങ്കിലും, തൻ്റെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിലും താൻ ഇപ്പോഴും ഒരുക്കപ്പെട്ടിട്ടില്ല. ഒരുക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ നിർദ്ദേശം വേണം. ദൈവത്തിൻ്റെ ആലോചന ധരിക്കണം. പഴയ പശ്ചാത്തലത്തിലാണ്. ദൈവത്തിൻ്റെ നിർദ്ദേശവും ആലോചന തന്മേൽ വരണം. താൻ എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം. തുടർന്ന് 8 മുതൽ 13 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ യെശയ്യാവ് തൻ്റെ ദൗത്യം കാണുകയാണ്. യെശയ്യാവ് തൻ്റെ ദൗത്യം കാണുകയാണ്. ആദ്യം 9ഉം 10ഉം വാക്യങ്ങൾ, 8ഉം ഉള്ള വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയൻ ഇതാ അയക്കേണമേ എന്ന് അവൻ പറഞ്ഞു. ആർ എനിക്ക് വേണ്ടി പോകും? കർത്താവിൻ്റെ നിർദ്ദേശം വരികയാണ്. ആർ എനിക്ക് വേണ്ടി പോകും? കർത്താവിന് വേണ്ടിയാണ് പോകുന്നവർ പോകേണ്ടത്. ഇത് കേട്ടപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അടിയൻ ഇതാ, അടിയനെ അയക്കേണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അരുളിച്ചെയ്തു, നീ ചെന്ന് ജനത്തോട് പറയേണ്ടത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നീ ജനത്തോട് എന്താ പറയേണ്ടത്? നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ, ചെവി കൊണ്ട് കേൾക്കുകയോ, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ, മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടുപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക എന്ന് ആണ് സന്ദേശം കൊടുത്തത്. ഇതാണ് നിന്റെ ജോലി. അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയും. ഒരാൾ ഇങ്ങനെ പരാമർശിക്കുകയുണ്ടായി, യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു സംഭവങ്ങളും നിസ്സാരമാക്കി മറികടന്നു പോകരുത്. രാജാവിൻ്റെ മരണമാണ് ദൈവത്തിൻ്റെ മഹിമയുള്ള ദർശനത്തെ കാണാൻ യെശയ്യാവിനെ പ്രേരിപ്പിച്ചത്, ഇടവരുത്തിയത്. ആ മഹിമയുള്ള ദർശനമാണ് തന്നെ കാണാൻ സഹായിച്ച് തൻ്റെ തകർന്ന അവസ്ഥ കാണാൻ ഇടവരുത്തിയത്. തൻ്റെ തകർന്ന അവസ്ഥ കാണാൻ ഇടവന്നുകൊണ്ടാണ് വിശുദ്ധീകരണത്തിനുള്ള വഴി താൻ തേടിയത്. വിശുദ്ധീകരണത്തിൻ്റെ മാർഗം തുറക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവവേലയ്ക്കായി തനിക്ക് ഏൽപ്പിക്കാൻ സാധിച്ചത്. അങ്ങനെ തനിക്ക് തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും പ്രാധാന്യമില്ലാത്തവയല്ല. കർത്താവിൻ്റെ ഒരു ദൂതനെ വേണം, തൻ്റെ ഒരു ദാസനെ വേണം. അല്ലെങ്കിൽ തനിക്ക് വേണ്ടി കർത്താവിന് വേണ്ടി പോകണം ഒരാൾ. പക്ഷെ അവർ ഞാനിതാ, എന്നെ അയക്കണമേ. ദൈവത്തിൻ്റെ തേജസ്സിൽ ദൈവത്തെ കണ്ട യെശയ്യാവ്, തൻ്റെ സ്വന്തം പാപം കണ്ട യെശയ്യാവ്, പാപമോചനം പ്രാപിച്ച യെശയ്യാവ് ദൈവവേലയ്ക്കായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നെ അയക്കണം, അടിയൻ ഇതാ, ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്, എന്നെ അയക്കണം. 9 വാക്യങ്ങൾ സാധാരണ ബൈബിൾ പഠിക്കുന്നവർക്ക് ആശയക്കുഴപ്പം വരുത്തിയിട്ടുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് ആ വാക്യങ്ങളിൽ പറയുന്നത് ശരിക്കും നമ്മളൊരു ശുശ്രൂഷയിൽ പ്രതീക്ഷിക്കുന്ന നേരെ വിപരീതമാണ്. അതുകൊണ്ട് നീ പോയി പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ, ചെവി കൊണ്ട് കേൾക്കുകയോ, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ, മനസ്സുകൊണ്ട് തിരിച്ച് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവിടെ ഹൃദയം തടുപ്പിക്കുക, അവിടെ ചെവി മന്ദമാക്കി, അവിടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. നമ്മൾ നേരെ തിരിച്ചാണ് പ്രതീക്ഷിക്കുന്നത്. പൗലോസിനോട് ദൈവം നിയോഗിക്കുമ്പോൾ നീ കണ്ണ് തുറക്കാനാ പറഞ്ഞത്, ഹൃദയങ്ങൾക്ക് മൃദുലമാക്കാനാ പറഞ്ഞത്. പറഞ്ഞു യെശയ്യാവിന്റെ പറഞ്ഞു നിന്നെ അയക്കുന്ന നേരെ തിരിച്ചാണ്. കാരണം ഇത് വിപരീത അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഐറണി എന്ന് പറയും ഇംഗ്ലീഷിൽ. വിപരീത അർത്ഥമാണ് ഇതിനുള്ളത്. ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ വിപരീത അർത്ഥത്തെ മനസ്സിലാക്കണം. അപ്പം ഈ വാക്യം കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, ഹൃദയം തടിച്ചിരിക്കുക, ദൈവത്തിന് സൗഖ്യമാക്കാതിരിക്കാൻ ഒരു മന്ദമാകുക, ഈ പ്രയോഗം പുതിയ 4 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 4 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം കർത്താവ് യേശു തന്നെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഗുരു എന്തുകൊണ്ടാണ് അങ്ങ് ഉപമകളിലൂടെ സംസാരിക്കുന്നത്? ഉപമകളിലൂടെ സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് കർത്താവ് മത്തായി 13:10 വാക്യം താഴോട്ട് പറയും, അവൻ അവരോട് സ്വർഗ്ഗത്തിലെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്ക് ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവൻ സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോട് അവനുള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണുവാനും കേട്ടിട്ട് കേൾക്കാതെ ഗ്രഹിക്കാതെ ഇരിക്കിയാൽ ഞാൻ ഉപമകളായി അവർക്ക് സംസാരിക്കും. എന്നിട്ട് പറഞ്ഞിട്ട് 14 വാക്യം മത്തായി 13 യെശയ്യാവിൻ്റെ 6-ാം അധ്യായം ഉദ്ധരിക്കും, നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കില്ലതാനും,
ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാനൊരു സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരും. അപ്പോൾ ഇവിടെ കർത്താവ് എന്താ പറയുക? കർത്താവ് അവരുടെ മനസ്സിനെ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ മൈൻഡ് സെറ്റ്, തൻ്റെ ഉപദേശം തൻ്റെ പ്രസംഗം കേട്ടിട്ടും അത് കേട്ട മനുഷ്യരുടെ മനസ്സിനെ കാണിച്ചു തരികയാണ്. ഇവിടെ ഹൃദയം കഠിനമായിരിക്കും. ആത്മീക സന്ദേശങ്ങൾ, കർത്താവിൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ടും ഒരു ബോധ്യവും അവർ കിട്ടുന്നില്ല, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അവിടെ മനസ്സിൻ്റെ പ്രശ്നം കാണിച്ചെടുക്കുകയാണ്. അപ്പോസ്തലനായ യോഹന്നാനും ഇതേ വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 40 വാക്യങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ഇത് ഉപയോഗിക്കും. ഇത് സംസാരിച്ച യേശു വാങ്ങിപ്പോയി അവരെ വിട്ട് മറിഞ്ഞു. അവർ കാണുക അവൻ ഇത്ര വലിയ അടയാളങ്ങളെ ചെയ്തിട്ട് അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണവും യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നു. എന്നിട്ട് 6-ാം അധ്യായത്തിലെ വാക്യം പറയും, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് ഇവിടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം ഘടിപ്പിച്ചിരിക്കുന്നു. അതവിടെ അവസ്ഥയെ കാണിക്കുകയാണ്. വിപരീത അർത്ഥപ്രയോഗത്തിൻ്റെ ഭാഷയിൽ അവിടെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ കാണിക്കുകയാണ്. ഇത് പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തന പുസ്തകം 28-ാം അധ്യായം 23 മുതൽ 28 താൻ വീട്ടുനിറങ്ങിലായിരിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവിടെ ഹൃദയവും മനസ്സിൽ തടിച്ചുപോയ അവസ്ഥകളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോഴും അപ്പോസ്തലരുടെ പുസ്തകം 28-ാം അധ്യായം 28-ാം അധ്യായത്തിൻ്റെ 23 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെയും ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയും പറയുന്നുണ്ട്, അതിൻ്റെ 26-27 വാക്യങ്ങൾ നിങ്ങളെ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നു. കാരണം പൗലോസ് അവരോട് സംസാരിച്ചിട്ട് അവർ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരുടെ ഒരു വാക്ക് പറഞ്ഞു, ഈ വാക്യം ഉദ്ധരിക്കും. റോമലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങളിൽ യഹൂദന്മാരുടെ അവിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഹൃദയകാഠിന്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് 11-ാം അധ്യായം റോമലേഖനം 7-8 വാക്യങ്ങളിലും ആകയാൽ എന്ത് ഇസ്രായേൽ താൻ തെരഞ്ഞെടുത്ത് പ്രാപിച്ചില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവർക്ക് ഇന്നുവരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ പുതിയ മധ്യ 4 ഈ വാക്യമുണ്ട്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. ഒരുപക്ഷെ നമ്മളെൽപ്പം ആശങ്കപ്പെടും, എന്താണ് ഇങ്ങനൊരു കൽപ്പന? ദൈവത്തിൻ്റെ പ്രവാചകരുടെ ഇങ്ങനൊരു കൽപ്പന. അവിടെ ഹൃദയം കഠിനമാക്കണം, അവിടെ ചെവി മന്ദമാക്കണം, അവരെ കേട്ടാൽ മനസ്സിലാകരുത്, ഹൃദയം തടിപ്പിക്കണം. അതവിടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ കാണിച്ചു തരികയാണ്. ദൈവം മനഃപൂർവ്വം വചനം പ്രസംഗിക്കുമ്പോൾ വചനം അറിയിക്കുമ്പോൾ അത് കേൾക്കുന്നവർ മനസ്സിലാകരുതെന്ന് ഉദ്ദേശിച്ചല്ല പറയുന്നത്. എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും തന്നിലേക്ക് തിരിഞ്ഞു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ കാണിച്ചു കൊടുക്കുകയാണ്. യെശയ്യാവേ നീ പ്രസംഗിക്കാൻ പോകുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഇന്നതാണ് എന്നവർ കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഫലം ഇങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഇതിനകം തന്നെ കഠിനപ്പെട്ട ഹൃദയ അവസ്ഥയെ യെശയ്യാ പ്രവാചകന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ. നീ എത്ര പ്രസംഗിച്ചാലും ഒരാൾ നിന്നിൽ ദൈവത്തിലേക്ക് വരില്ല എന്ന് പറയുന്ന പോലെ യെശയ്യാ ഇതിന് പ്രതികരണമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 11-ാം വാക്യം യെശയ്യാ 6. കർത്താവേ എത്രത്തോളം? ആദ്യത്തെ ചോദ്യം തന്നെ കാണാം. കാരണം താൻ എത്ര ശുശ്രൂഷ ചെയ്താലും ജീവിതത്തിൽ ഹൃദയത്തിൽ ഒരു മാറ്റവും ആർക്കും വരുന്നില്ല. ഈ അവസ്ഥ എത്രത്തോളം? കാരണം വളരെയധികം മനോവ്യസനം താൻ അനുഭവിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷയാണ് തന്നെ ഏൽപ്പിച്ചത്. കാരണം ദൈവത്തിനറിയാം ഏത് ശുശ്രൂഷയാണ് ആരെ ഏൽപ്പിക്കേണ്ടത്. യെശയ്യാവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇതാണ്. ഇവിടെ നടുവിലേക്ക് പോയി പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം അവർ തള്ളിക്കളയുമെന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. നീ പ്രതിഫലം അല്ലെങ്കിൽ ഫലം പ്രതീക്ഷിക്കരുത്. നിന്റെ ജോലി പ്രസംഗിക്കുക മാത്രമാണ്. ഫലം ദൈവം തരും. അത് കേൾക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒത്തവണ്ണമായിരിക്കും. ഇത് എത്രനോട് ഈ അവസ്ഥ ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കും ദൈവം. 11-ാം വാക്യത്തിൽ ഞാൻ ചോദിച്ചതിന് അവൻ പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായ ദേശം പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്ത് നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാവുകയും ചെയ്യുവോളം തന്നെ. എത്ര നാളെന്ന് ചോദ്യം ഉത്തരം പറയും, കൃത്യമായിട്ട് പറയും. പട്ടണങ്ങൾ നിവാസികളില്ലാതെ, വീടുകൾ ആളില്ലാതെ ശൂന്യമായി, ദേശം തീരെ പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്തകറ്റി ദേശത്തിന് നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ എന്നവിടെ പറയുകയാണ്. ദേശം ശൂന്യമാകും, വീടുകളിൽ ആളില്ല, ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഇസ്രയേലിൻ്റെ അനുഗ്രഹവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ശരിയാണ്. ഇസ്രയേലിൻ്റെ അനുഗ്രഹവും സമൃദ്ധി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, നിലനിൽക്കുന്നത് ദൈവത്തോടുള്ള അവരുടെ വിശ്വസ്തതയും ദൈവവുമായുള്ള ഉടമ്പടിയിൽ അവർ സത്യസന്ധരായി നിൽക്കുന്നതിലുമാണ്.
ദൈവത്തിന് മുമ്പിൽ സത്യസന്ധരായി നിന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് സമൃദ്ധിയും അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ഇത് ദൈവം വളരെ വ്യക്തമായി സ്വന്തോട് പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ദേശത്ത് സ്ഥിരമായി വസിക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് വിശ്വസ്തരായിരിക്കണം, എൻ്റെ വാദ്യങ്ങളെ കേട്ട് പാലിക്കണം. അത് ലേവ്യാപുസ്തകം 26 അധ്യായം, ലേവ്യാപുസ്തകം 26 അധ്യായത്തിലെ 14 മുതൽ 26 വരെയുള്ള വാക്യം വായിക്കുന്നില്ല മുഴുവൻ, 14 മുതൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ വെറുത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകളെയൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിങ്ങനെ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ വിത്ത് നിങ്ങൾ വെറുതെ വിതയ്ക്കും, ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും, നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. നിങ്ങളെ ദോഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും, ഓടിക്കുന്നില്ല നിങ്ങൾ ഓടും. ഇതെല്ലാമായിട്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കുമെന്ന് 26 വരെയുള്ള വാക്യങ്ങൾ ലേവ്യാപുസ്തകം 26 അധ്യായം കാണിച്ചു കൊടുക്കും. അവരുടെ പ്രവാസത്തിലേക്ക് പോകാൻ കാരണവും അവരുടെ പാപമാണ്. ദൈവത്തിൻ്റെ വചനത്താൽ ദൈവരെ വിളിക്കുമ്പോൾ, തന്നിലേക്ക് മടങ്ങി വരാൻ വിളിക്കുമ്പോൾ, മറുതലിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചേ പറ്റും. അപ്പോൾ ഇവിടെ മത്സരികളായ ജനങ്ങൾ, ഇവിടെ ഞാൻ നിങ്ങളെ ദൂരത്തേക്ക് അകറ്റിക്കളയും, പ്രവാസത്തേക്ക് മാറ്റും. അത് ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും കാര്യത്തിൽ സംഭവിച്ച ബാബിലോണും അസീറിയ 2 രാജ്യങ്ങളിലേക്ക് കഴുത്തിൽ ചങ്ങലയിട്ട് അവർ വന്ന് പിടിച്ചുകൊണ്ട് പോകും. ആ സ്ഥലങ്ങൾ ശൂന്യമാകും, നിർജ്ജന പ്രദേശങ്ങളായി മാറും. വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. പാലസ്തീനിൽ ഒരിക്കൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ട രാജ്യങ്ങളായിരുന്നത് ശൂന്യമായി പോകുന്ന അവസ്ഥ. ഇപ്പോൾ ഇന്ന് ഗാസയിലൂടെ സഞ്ചരിച്ച് നമുക്ക് കാണുന്ന പോലെ തകർന്നടിഞ്ഞ വീടുകൾ, രക്തച്ചൊരിച്ചിലുള്ള തുണികളും മറ്റും നിറഞ്ഞ സ്ഥലങ്ങൾ. വളരെ വേദന നിറഞ്ഞൊരവസ്ഥയാണ് അന്ന് അവിടെ ഈ പാലസ്തീനിലെ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ. അത് മെഗിദ്ദോ, ബത്ഷാൻ, ഗസാർ, സമരിയ, ഇവിടെ എല്ലാം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക അന്ന് എത്ര ശൂന്യമായി, ആൾവാസമില്ല, ഒരു വീട്ടിൽ ആളില്ല, തകർന്നടിഞ്ഞ വീടുകൾ, എല്ലാം കത്തിക്കരിഞ്ഞ അവസ്ഥകൾ. ഇവിടെ ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവത്തോട് അനീതിയോടുകൂടി ഇടപെടുന്ന, ദൈവത്തിൻ്റെ വനത്തെ തള്ളിക്കളയുന്നവർക്ക് ദൈവശിക ന്യായവിധിയാണ്. എങ്കിലും ഒരു പ്രതീക്ഷ 13 വാക്ക് ദൈവം കൊടുത്തു. യെശയ്യാ 6:13, അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ ഞാൻ വീണ്ടും നാശത്തിനിരയായിത്തീരും. അത് വീണ്ടും നാശത്തിനിരയായിത്തീരും. എങ്കിലും കരിമരവും കരുവേലവും വെട്ടിയിട്ടാൽ അവിടെ കുറ്റി ശേഷിച്ചിരിക്കുന്ന പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ഒരു ചെറിയ പ്രതീക്ഷയുടെ നാളമുടക്കാണ്. ദശാംശം രക്ഷിക്കപ്പെട്ടാലും അത് വീണ്ടും നശിപ്പിച്ചു കളയും. ഒരു കുറ്റി ശേഷിക്കും. കുറ്റി, അതായത് നാശത്തിൻ്റെ തുണിയുടെ അറ്റത്ത് ഒരു തൊങ്ങൽ എന്ന പോലെ, നാശമെന്ന തുണിയുടെ അങ്കിയുടെ അറ്റത്ത് കിടക്കുന്ന തൊങ്ങൽ എന്ന പോലെ ഒരു ചെറിയ ശേഷിപ്പ്, വിശുദ്ധ സന്തതി. അത് ഭാവിയിലെ മശിയുടെ അനുഗ്രഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു ചെറിയ സമൂഹത്തെക്കുറിച്ചാകാം. ഇപ്പം എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ദൈവം യെശയ്യാവിനെ ഒരു ദൗത്യത്തിലേക്ക് വിളിച്ചു. ദൗത്യം വിളിച്ചിട്ട് അവൻ അറിയിക്കേണ്ട സന്ദേശം പറഞ്ഞു കൊടുത്തു. സന്ദേശം പറയുമ്പോൾ പറഞ്ഞു, നീ പ്രസംഗിക്കാൻ പോകുന്ന ജനങ്ങളുടെ ഹൃദയം കട്ടിയായിരിക്കും. നീ പ്രസംഗിക്കുന്നതോട് അവർ പ്രതികരിക്കില്ല. അവിടെ ചെവികളെല്ലാം മന്ദമാകും, കണ്ണ് കുരുടാകും, അവരൊന്നും കാണില്ല. നീ അവരോട് പറയുന്ന സന്ദേശത്തിൽ അവർ ഒരു ദൈവിക സത്യവും കാണില്ല, ഒരു സത്യം അവർ കേൾക്കില്ല. ഈ ദൈവിക നിർദ്ദേശങ്ങളാണ് അവർക്ക് കൊടുത്തത്. ഒരു വിധത്തിൽ യെശയ്യാവോട് പറയും, നീ പ്രസംഗിച്ചിട്ട് വലിയ ഫലമൊന്നും പ്രതീക്ഷിക്കരുത്. നിന്റെ ദൗത്യം ഇതാണ്. നീ പ്രസംഗിക്കുമ്പോൾ നിന്റെ ഉദ്ദേശം ഇതാണ്, ഞാൻ പറയുന്ന വചനങ്ങൾ പ്രസംഗിക്കണം, നിനക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങളെ അറിയിക്കണം. ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്നതിന് പകരം ഇവിടെ ഹൃദയം കഠിനമാവുകയാണ് ചെയ്യുന്നത്. ദൈവനെ കേൾക്കുന്തോറും കഠിനം. നമ്മളൊരു വഴിയിലൂടെ നടന്ന് വഴി കട്ടിയാകുന്നത് പോലെ. ഇപ്പം യെശയ്യാ പ്രവാചകൻ അവരോട് പറഞ്ഞത് വ്യക്തമായിട്ട്, അവരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം, ചെവിയുടെ മന്ദത, കണ്ണിലെ കുരുട്. എന്താ ഇങ്ങനെ വരാൻ കാരണം? 3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിക്കും. 1, എതിർപ്പ്, റെസിസ്റ്റൻസ്. അവിടെ കർണരസകമാകുമാറ് കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ അവരോട് ദൈവം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ദൈവത്തെ കൽപ്പനകളും നിയമങ്ങളും ഒന്നും അവരെ അനുസരിക്കാൻ തയ്യാറില്ല. അതിനെ മറുത്തു നിൽക്കുകയാണ്, തടഞ്ഞു വയ്ക്കുകയാണ്. അവർക്കത് കേൾക്കാൻ ഇഷ്ടമല്ല. അവരിങ്ങനെ ചെവി തുറന്നിരിപ്പുണ്ട്, കണ്ണിങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് സ്വീകരിക്കാൻ തയ്യാറല്ല. അതിനെ മറുതലിക്കുകയാണ്. സത്യത്തെ തടുക്കുക എന്ന് റോമലേഖനത്തിൽ പറഞ്ഞതുപോലെ. ഞങ്ങളോട് ഈ പറയും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല.
ഞങ്ങൾക്ക് ഈ സന്ദേശം ആവശ്യമില്ല, ഞങ്ങളതുകൊണ്ട് തള്ളിക്കളയും. ഇപ്പോൾ ശൗലിനെ, പൗലോസായിട്ട് വന്ന ശൗലിൻ്റെ അടുക്കൽ ദൈവം വരുമ്പോൾ ചോദിച്ചു, നീ എന്തിനാ മുള്ളിനെതിരെ തൊഴിക്കുന്നത്? പ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ ശൗലിനെ വിളിക്കുവാനായിട്ട് ദൈവം ഇടപെടുമ്പോൾ 26-ാം അധ്യായം ശൗല് തൻ്റെ മാനസാന്തര അനുഭവത്തെ വിവരിക്കുമ്പോഴാണ് ശൗല് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ശബ്ദം കേട്ടു. വേറെ ആരും അത് മനസ്സിലായില്ല. ശൗലിനറിയും എബ്രായ ഭാഷ. നീ എന്തിനാ മുള്ളിനെതിരെ തൊഴിക്കുന്നത്? ഒരു പ്രയോജനമില്ല. അതിൻ്റെ വിശദീകരണങ്ങളൊന്നും നമുക്കറിയില്ല, ശൗലിനോട് നിങ്ങൾ പറഞ്ഞതിൻ്റെ. പക്ഷേ ശൗലിന് അല്പം എതിർപ്പുണ്ടായിരുന്നു. യേശുക്രിസ്തു എന്ന ആ വലിയ സത്യത്തെ ഉൾക്കൊള്ളുന്നതിന് അല്പം ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ ആ എതിർപ്പുകളെല്ലാം മാറും. യേശുവിൻ്റെ വ്യക്തിത്വം അവന് ബോധ്യപ്പെടും. നിന്നെ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ എന്നുള്ള സത്യമെല്ലാം കാണുകയും പിന്നീട് അവർ ഇതുവരെ പഠിച്ചതായ ന്യായപ്രമാണത്തിൻ്റെ പരിജ്ഞാനം ശരിക്ക് തുറക്കപ്പെട്ട് കഴിയുമ്പോൾ യേശുവിൻ്റെ അനുഗ്രഹീത വ്യക്തിത്വം തിരിച്ചറിയും. എത്ര അനുഗ്രഹമാണ് പിന്നീട് സഭയ്ക്ക് ശൗലിലൂടെ ഉണ്ടായത്. യെശയ്യാവിൻ്റെ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ അവസ്ഥ ഇതാണ്. അവരെ എതിർക്കുകയാണ്, അതിനെ മറികടന്നില്ല. പക്ഷേ എതിർപ്പ് മറികടക്കാൻ കഴിയുമായിരുന്നു വചനത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒരു സന്ദേശം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. പക്ഷെ അവിടെ ഹൃദയം ഈ കഠിനാവസ്ഥയിൽ നിൽക്കാൻ തന്നെ ഇടവരുത്തി. രണ്ടാമതുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ എതിർക്കുക മാത്രമല്ല, കേട്ട വചനം തള്ളിക്കളയും. അവിടെ കിടക്കാൻ അനുവദിക്കില്ല, തള്ളിക്കളഞ്ഞു വചനം. യെശയ്യാവിൻ്റെ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ ഹൃദയം എങ്ങനെയാണ്? പല വിധത്തിലും ദൈവം വചനത്തിലൂടെ അവർ ഇടപെട്ടു. പക്ഷെ അവിടെ എതിർപ്പ് കൂടിക്കൂടി വന്നു. ദൈവത്തിൻ്റെ ഉപദേശങ്ങളോട്, ദൈവത്തിൻ്റെ ശാസ്ത്രങ്ങളോട് അവർ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തള്ളിക്കളയുകയും ചെയ്തു. ഒരു ഈ സന്ദേശങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ ഇങ്ങനെയൊന്നും പറയണ്ട, പറയാൻ അനുവദിക്കാത്ത അവസ്ഥ എത്തിയതുപോലെ. മൂന്നാമത് അവസാനമായി ഈ മനോഭാവങ്ങൾ, അതായത് ആദ്യം എതിർത്തു, രണ്ടാമത് വചനം തള്ളിക്കളഞ്ഞു. അങ്ങനെ അവർ ദൈവത്തെ തന്നെ തള്ളിക്കളയാൻ, ദൈവത്തോട് മത്സരിക്കാൻ ഇടവരുത്തി. ദൈവത്തെ തള്ളിക്കളയുന്നവർ വാസ്തവത്തിൽ ദൈവത്തെയാണ് തള്ളിക്കളയുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അധിക നാൾ നിൽക്കാൻ പറ്റില്ല, കാരണം അവർ ദൈവത്തെയാണ് തള്ളിക്കളഞ്ഞത്. ഇതാണ് യോനയ്ക്ക് ആദ്യം സംഭവിച്ചത്. യോന ദൈവത്തിൻ്റെ ഹിതം ആലോചനയ്ക്ക് എതിരെ ഓടി, ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ ഓടിയെങ്കിൽ പിന്നീട് താൻ മനസ്സിലായി താൻ ദൈവത്തിൽ നിന്നാണ് ഓടുന്നത്. ദൈവവചനം കേൾക്കാതെ മുഖം തിരിച്ചു കളയുന്ന എല്ലാവരും ദൈവത്തെയാണ് വെറുക്കുന്നത്, ദൈവത്തോടാണ് മത്സരിക്കുന്നത്, ദൈവത്തെയാണ് തള്ളുന്നത്. എൻ്റെ വചനം കേൾക്കാതെ എന്നെ തള്ളിക്കളയുന്നത്. യോഹന്നാൻ 12:40 ക്രിസ്തു വ്യക്തമായി പറഞ്ഞു, എൻ്റെ വചനം സ്വീകരിക്കാതെ എന്നെ തള്ളിക്കളയുന്ന ന്യായം വിധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ഒന്നുകിൽ നമ്മുടെ ഹൃദയത്തെ ഇത് ഉരുക്കിയെടുക്കും അനുസരണത്തിലേക്ക്, അല്ലെങ്കിൽ സിമെൻറ്റ് ചെയ്ത് കട്ടിയാക്കും മത്സരത്താൽ. വചനം രണ്ടു വിധത്തിലും പ്രവർത്തിക്കും. വചനമല്ല ചെയ്യുന്നത്, ഹൃദയത്തിൻ്റെ അവസ്ഥയുടെ പ്രതികരണമാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ യാത്ര നല്ല രീതിയിലല്ല അവസാനിച്ചത്. ഇവിടെ ഹൃദയം അടഞ്ഞു. വളരെ ശക്തമായി ദൈവവചനത്തിനെതിരെ ഹൃദയത്തെ മുറുക്കി അടച്ചു. എല്ലാ തരത്തിലും പൂട്ടി ഭദ്രമാക്കി ഇവിടെ ഹൃദയം. ഏറ്റവും വലിയ അബദ്ധമാണ് അവർ കാണിച്ചത്. ഇവിടെ ഹൃദയത്തെ അവർ മുദ്രവെച്ച് അടച്ചു കളഞ്ഞു. അതുകൊണ്ട് അവർക്ക് കേൾക്കാൻ ആവശ്യമായ കാര്യം ശ്രദ്ധിക്കാതെ, അവർ കേൾക്കാൻ ആവശ്യമായ കാര്യം ദൈവം അവരോട് പറയുമ്പോൾ അവർ കേൾക്കാൻ പറ്റുന്നില്ല. ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, ദൈവിക സന്ദേശങ്ങൾ. എനിക്കത് ആവശ്യമാണ്. ദൈവത്തിന് വെറുതെ യാതൊരു പണിയുമില്ലാതെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഞാൻ ഈ കേൾക്കുന്നത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണ്. അത് ദൈവത്തിനറിയാം, എന്നിട്ടാണ് എന്നോട് പറയുന്നത്. പക്ഷെ എനിക്ക് കേൾക്കണ്ട. ഒരാൾ ഇങ്ങനെ പറയുകയുണ്ടായി, കാണാൻ മനസ്സില്ലാത്ത മനുഷ്യൻ്റെ കാഴ്ചയാണ് ഏറ്റവും വലിയ അന്ധത. കാണാൻ മനസ്സില്ല, കണ്ണുണ്ട് പക്ഷെ കാണാൻ മനസ്സില്ല, അതാണ് അവൻ്റെ ഏറ്റവും വലിയ അന്ധത. കേൾപ്പാൻ ചെവിയുണ്ട് പക്ഷെ കേൾക്കാൻ തയ്യാറല്ല, അതാണ് അവൻ്റെ ഏറ്റവും വലിയ ബധിരത. ഈ ഒരു അവസ്ഥയിൽ ഒരാൾ എത്തിയാൽ, ഈ അന്ധതയിലും ഈ ബധിര അവസ്ഥയിൽ ഒരാൾ എത്തിയാൽ, ആ വ്യക്തി നിത്യജീവനിൽ നിന്ന് പുറത്തായി പോകും. നിത്യജീവൻ്റെ വാതിൽ ആ വ്യക്തിക്കെതിരെ അടയും. ഇത്രയും കൈനീട്ടിയിട്ടും ദൈവം ഇത്രയും കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള കാര്യമാണ് പറഞ്ഞത്. എത്ര വട്ടം ദൈവം യേശു പറഞ്ഞു, എനിക്ക് നിങ്ങൾ മനസ്സായി നിങ്ങളെ സ്വീകരിക്കുക എന്ന്. പക്ഷെ നിങ്ങൾക്ക് മനസ്സാകുന്നില്ല. അല്പം കാര്യം കൂടി അദ്ദേഹത്തിന് പറയാം. 7-ാമത്തെ പ്രവേശിക്കണം എന്നത് അടുത്തവണ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ചത്, സൈന്യങ്ങളുടെ യഹോവയെ കണ്ട യെശയ്യാവ് അങ്ങനെ താൻ തന്നെ കണ്ടു. തന്നെ കണ്ടപ്പോൾ താൻ തീർച്ചയായും പ്രതികരിച്ചു. ദൈവത്തെ കണ്ടവരെല്ലാം പ്രതികരിച്ചു.
ദൈവത്തിന് മുമ്പിൽ തങ്ങളുടെ ജീവിതം ഏൽപ്പിക്കും. ഏൽപ്പിക്കുന്നതിന് മുമ്പ് ദൈവം അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കും, നിനക്ക് എന്താണ് ആവശ്യം. അവൻ്റെ പാപമോചനം. ദൈവം ആ ആവശ്യം അവന് ചെയ്തു കൊടുത്ത് അവനെ ശുദ്ധീകരിച്ചെടുത്തു. എന്നിട്ട് അവന് നിയോഗം കൊടുത്തു. യേശാവിന് കൊടുത്ത നിയോഗം അസാധാരണമാണ്. നിന്റെ പ്രസംഗം കൊണ്ട് ആർക്കും ഒരു മാറ്റം വരില്ല. ഇത് നീ അറിയണം. നീ പ്രസംഗിക്കേണ്ടത് ശക്തമായ ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. പക്ഷെ നീ പ്രതീക്ഷിക്കുന്ന ഫലമൊന്നും ഉണ്ടാകില്ല. ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. അതാണ് നിന്റെ ശുശ്രൂഷ. അത് ഏത് ന്യായം നടത്തണമെങ്കിൽ ദൈവം അവസരം കൊടുക്കും. അവർക്ക് അവസരമാണത്. മനസ്സ് തിരിയാൻ, അവർ സൗഖ്യപ്പെടാൻ, കണ്ണുകൾ തുറക്കാൻ, അനുഗ്രഹത്തിൻ്റെ വാതിലേക്ക് പ്രവേശിക്കാൻ ദൈവം നീട്ടിയ അവസരങ്ങളുണ്ട്. പക്ഷെ ദൈവം മുൻകൂട്ടി പറഞ്ഞു, പക്ഷെ നീ പ്രസംഗിക്കുമ്പോൾ അവരുടെ അവസ്ഥ ഇങ്ങനെ ആയിത്തീരും. നിന്റെ പ്രസംഗം കൊണ്ടല്ല, അവരെ അങ്ങനെയാണ്. അവർ മാറ്റാൻ തയ്യാറല്ല. അവർ മത്സരികളാണവർ. ദൈവം കാണിച്ചു കൊടുത്തു, മുൻകൂട്ടി പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് യെശയ്യാവ് നിരാശയൊന്നുമില്ല. താൻ ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു കാലിലെ പൊടി തട്ടി അടുത്ത ദേശത്തേക്ക് പോകും. അവരുടെ ദൗത്യം ചെയ്ത് മുന്നേറും. ഇതിൻ്റെ കാരണം നമ്മൾ കണ്ടു. എതിർപ്പ്. രണ്ടാമത് ദൈവവചനം തള്ളിക്കളയൽ. 3 ദൈവത്തെ തന്നെ തള്ളിക്കളയൽ. നമ്മുടെ ജീവിതം ഒരിക്കലും ഇത് സംഭവിക്കാതിരിക്കട്ടെ. ഇതിനേക്കാളും വലിയ അന്ധത വേറെയില്ല. ഇതിനേക്കാളും വലിയ മൂഢത, ബധിരത വേറെയില്ല. കണ്ണ് രണ്ടും നന്നായിട്ട്, ഒരു കണ്ണാടിയുടെ ആവശ്യം പോലുമില്ല. നന്നായിട്ട് കാണാം. പക്ഷെ ദൈവം പറയുന്നത് എന്താണെന്ന് കാണാനോ കേൾക്കാനോ കഴിയില്ല. അതിനേക്കാളും വലിയ തകർച്ച വേറെയില്ല. ഇത് തുടരാൻ അടുത്ത പറയാം. ദൈവം സഹായിക്കട്ടെ.